ഇപ്പോൾ ക്യാൻഡിലെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുന്നത്, ലോക സിനിമയിലെ പല ഭാഗത്തു നിന്നുള്ള എല്ലാവരും ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു റെഡ് കാർപ്പറ്റ്, ആ ഒരു വെളിച്ചം, അതൊരു ഒരു വല്ലാത്തൊരു ഒരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അതിപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് സ്വപ്നം പോലെ തോന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എല്ലാം സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഇത് ശരിക്കും സംഭവിച്ചോ ഇല്ലേ എന്ന് അങ്ങനെ എനിക്ക് തോന്നി. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച മൊത്തവും കാരണം നമ്മുടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഗോവയിലെ ആ വീടും എൻ്റെ അവിടെ ആയിരിക്കുമല്ലോ, അവിടേക്ക് നമ്മളിതെല്ലാം ചെയ്തിട്ട് എത്തിച്ചേരുന്നു. അവിടെ എനിക്ക് റിയാലിറ്റി പോലെ തോന്നും. ബാക്കിയൊക്കെ ശരിക്കും നടന്നതാണോ അല്ലേ എന്ന് എനിക്ക് എപ്പോഴും എനിക്ക് കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ശരിക്കും സംഭവിച്ചില്ലെന്ന് എനിക്ക് എപ്പോഴും സംശയം. അപ്പം അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ശരിക്കും സംഭവിച്ചൊരു കാര്യമാണോ അല്ലേ അങ്ങനെ തോന്നും. പക്ഷേ ഇതുപോലെ നാടകമൊക്കെ ചെയ്യുന്ന ആളായിട്ട് തന്നെ ഈ ഞങ്ങളുടെ ആ റെഡ് കാർപ്പറ്റ് നടക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ അത് വഴി നടന്നു പോയിരുന്നു. അപ്പോൾ ആ ദിവസത്തെ റെഡ് കാർപ്പറ്റ് നടക്കുക, അപ്പം നമ്മൾ ആ വഴി കൂടെ നടക്കുക. അപ്പം അവിടെ കൂടുതൽ ആരും പറഞ്ഞു, അയ്യോ നമ്മൾ നാളെ ഇവിടെ നിൽക്കേണ്ടതല്ലേ എന്ന് വെച്ചാൽ അത് ടൈമിൻ്റെ അതേ സ്പേസ്, ആ ഒരു റിയാലിറ്റി അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അപ്പം ശരിയാ. പക്ഷേ എനിക്ക് തോന്നി അടുത്ത ദിവസം ഒരു ആ ഒരു റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു നാടകത്തിൻ്റെ ആളുകൾക്കൊക്കെ അതൊരു നമ്മൾ സ്റ്റേജിൽ കയറുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ റാമ്പിൽ നടക്കുന്ന പോലത്തെ ഒരു കാര്യമാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് വേറൊരു പെർഫോമേറ്റീവ് ക്വാളിറ്റിയുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഞാൻ എടുത്തോളൂ, അല്ലാണ്ട് വേറെ എന്തോ വെളിച്ചമാക്കി. പക്ഷെ അത്ര ലൈറ്റായിട്ട് ഉള്ളിൽ കനി എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചോദിക്കാൻ, കാരണം ഒരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാട് അതിനകത്ത് വ്യക്തമാക്കി, അങ്ങനെ ഒരു ബാഗ് കൊണ്ടുപോവുക, അതിപ്പോ എല്ലാ അഭിമുഖത്തിലും പറഞ്ഞു. അതുകൊണ്ട് ലൈറ്റ്നെസ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, സ്വപ്നം മാത്രമായിട്ട് കാണുന്നില്ല. കുറച്ചും കൂടെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ അനുഭവത്തിൻ്റെതാണ്. അതായത് പലപ്പോഴും ഞാൻ അവിടെ ജീവിക്കുന്ന ഒരാളല്ലല്ലോ, നമ്മളിപ്പോൾ അവിടുത്തെ കാലാവസ്ഥ, അവിടെയുള്ള മനുഷ്യർ, എൻ്റെ റിയാലിറ്റി എന്തായിരിക്കും. അപ്പം അത് എനിക്ക് സ്വപ്നമായിട്ട് തോന്നുന്ന ഒരു കാരണമുണ്ട്. കാരണം ആരും തിരിച്ചു വന്നിട്ടില്ല എൻ്റെ കൂടെ ഉള്ളവർ, അവരൊക്കെ അവിടെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അത് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്? ഇപ്പോൾ ദിവ്യൻ്റെ കൂടെ വന്നത് എന്നിട്ട് നമ്മുടെ എവിടെയോ അന്ന് അവിടെ സംഭവിച്ചത് അതുണ്ടാവണമല്ലോ. അപ്പം ഞാൻ ആരോട് പറയായിരുന്നു ഇങ്ങനെ, ദിവ്യ വന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് പറയാം. അപ്പോഴാണ് എനിക്കത് ഇവിടമായിട്ട് സിങ്ക് ആവുന്നത്. ഇപ്പം എനിക്ക് ഇപ്പം അവിടെ വരാത്ത ആൾക്കാരോട് ഞാൻ മിണ്ടുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ അത് അങ്ങനെ തോന്നുന്നത്. ശരിക്കും സംഭവിച്ചോ ഇല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനത് ലൈറ്റ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യത്തിന്റെയും സീരിയസ്നെസ് കളയുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു വിചാരിച്ചിരുന്നു. അതിപ്പോ ഒരു കനി അവിടെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെയാണ് എപ്പോഴും ഇവിടെ എല്ലായിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യത്തിനേക്കാളും ഇത് ചെയ്ത ആൾക്കുള്ളൊരു ലൈറ്റിലോട്ട് അത് പോകും. അങ്ങനെ എനിക്ക് താല്പര്യം പൊതുവേ ഉള്ള ആളല്ല. ആ സ്റ്റേറ്റ്മെന്റിനാണ് എനിക്ക് അതിലോട്ട് കാര്യത്തിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഒരാൾ അത് ചെയ്തു അങ്ങനെയൊക്കെ എന്തിനാണ്? അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. ഇപ്പം ഞാൻ മാത്രമൊന്നുമല്ല, അവിടെ വന്നിട്ടുള്ള പല ആക്ടേഴ്സും ആർട്ടിസ്റ്റുകളും പലസ്തീനുള്ള ഐക്യദാർഢ്യവും അവരുടെ വേറെ ആർട്ടിസ്റ്റുകൾ വേറെ പല പല കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ചെയ്ത നമ്മുടെ റെഡ് കാർപ്പറ്റിലും ഒക്കെയും ചെയ്തവരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അതിപ്പോൾ എനിക്കൊന്നും ഇവിടെ ഉള്ളവരായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്തായിരിക്കും.